ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ. ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ എന്നുള്ളത് 2 വരുന്നത്. കാരണം ഒരു സംഖ്യ അഭാജ്യസംഖ്യ ആവുന്നത് അതിൻ്റെ ഘടകങ്ങളായി വരിക ആ സംഖ്യയും 1 മാത്രമാണ്. അതായത് 2ൻ്റെ ഘടകങ്ങൾ 1ഉം 2ഉം 1 × 2 അങ്ങനെയാണ് 2 വരുന്നത്. ആ സംഖ്യക്ക് മറ്റ് ഘടകങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നതല്ല. 3ഉം ഒരു അഭാജ്യസംഖ്യയാണ്. 1 × 3 അതാണ് 3ൻ്റെ ഘടകങ്ങളായിട്ട് വരുന്നത്. അതിന് മറ്റ് ഘടകങ്ങളൊന്നും തന്നെയില്ല. ഏറ്റവും ചെറുത് 2. 1 ഏറ്റവും ചെറിയ സംഖ്യയെങ്കിലും അത് ഒരു അഭാജ്യസംഖ്യയോ ഭാജ്യസംഖ്യയോ ആയിട്ട് കണക്കാക്കുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ 1/2 raised to -1 plus 2/3 raised to 2 minus 3/4 raised to 0 all raised to -2 എത്ര എന്നതാണ്. a raised to -n equal to 1/a raised to n ആണ്. 1/a raised to -n 1/a all raised to -n അല്ലെങ്കിൽ a raised to n ഈക്വൽ ആണ്. ഇനി a/b all raised to -n ആണെങ്കിൽ നമുക്കതിനെ എങ്ങനെ എഴുതാം? b/a all raised to n എഴുതാം. അല്ലെ b raised to n ഡിവൈഡ് ബൈ a raised to n എന്നും എഴുതാം. അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ആദ്യം 1/2 raised to -1 വന്നു. അപ്പോൾ 1/2 raised to -1 ആണെങ്കിൽ നമുക്ക് അങ്ങനെ അതിനെ ഈക്വൽ ടു 2/1 raised to 1 എഴുതാം. അത് ഈക്വൽ ടു 2 ആണ്. ഇനി 2/3 ഓൾ സ്ക്വയറിന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 4/9 എന്ന് കിട്ടും. അതുപോലെ 3/4 ഓൾ raised to 0 എന്ന് പറയുന്നത്, അതായത് a raised to 0 എന്ന് പറയുന്നത് 1 ആണ്. അതായത് ഏത് സംഖ്യേൻ്റെയും പവർ 0 വന്നാൽ അത് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ 3/4 raised to 0 ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമുക്ക് ഈ 3 വാല്യൂസും കിട്ടി. ഇനി നമുക്ക് ബാക്കി കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ 2 + 4/9 -1 ഓൾ raised to -2 വരും. 2 + 4/9 -1 ഓൾ raised to -2 വരും. അതിൽ 2 - 1 കിട്ടും. ഇനി 1 + 4/9 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്ത് കിട്ടും? 13/9 കിട്ടും. അപ്പോൾ 13/9 ഓൾ raised to -2 ഈക്വൽ ടു 9/13 ഓൾ സ്ക്വയർ ആണ്. അത് ഈക്വൽ ടു 81/169 ആണ്. 7.83 × 7.83 - 1.17 × 1.17 ഡിവൈഡ് ബൈ 6.66ൻ്റെ വില. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മേലത്തെ പാർട്ട് a² - b² എന്ന ഫോർമാറ്റിന് സിമിലറായിട്ട് തോന്നും. അങ്ങനെയാണെങ്കിൽ നമുക്ക് താഴെ ഒന്നുകിൽ a + b ആയിരിക്കും, അല്ലെങ്കിൽ a - b ആയിരിക്കും അധിക ക്വസ്റ്റ്യനിലും. അപ്പോൾ ഇവിടെ നമുക്ക് 6.66 എന്ന് പറയുന്നത് ശരിക്ക് 7.83 - 1.17 ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലുള്ള ഫോർമാറ്റ് എന്ന് പറയുന്നത് a² - b² ഡിവൈഡ് ബൈ a - b ആണ്. അപ്പോൾ a² - b² നമുക്ക് എന്താണെന്നറിയാം? a + b × a - b. അങ്ങനെയാണെങ്കിൽ a² - b² ബൈ a - b ഈക്വൽ ടു a + b × a - b ഓൾ ഡിവൈഡ് ബൈ a - b. മേലെയും താഴെയും അംശത്തിലും ഛേദത്തിലും a - b കോമൺ ആയിട്ടുള്ളത് കൊണ്ട് അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് എല്ലാം ഈക്വൽ ടു a + b ആണ്. അങ്ങനെയാണെങ്കിൽ 7.83 ഓൾ സ്ക്വയർ - 1.17 ഓൾ സ്ക്വയർ ഡിവൈഡ് ബൈ 7.83 - 1.17 ഈക്വൽ ടു എന്താണ്? 7.83 + 1.17 ആണ്. അതായത് ഈക്വൽ ടു a + b എന്ന് പറയുന്ന പോലെ 7.83 + 1.17. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 9. അടുത്ത ക്വസ്റ്റ്യൻ a, a + d, a + 2d, എക്സെട്ര a + 30d എന്ന സമാന്തര ശ്രേണിയുടെ ശരാശരി. ഇപ്പോൾ n നമ്പേഴ്സിൻ്റെ ശരാശരി കാണുക എന്ന് പറയുന്നത് n നമ്പേഴ്സിൻ്റെ തുക ഡിവൈഡ് ബൈ n ആണ്. അപ്പോൾ ഇവിടെ a + d തൊട്ട് a + 30d വരെ 30 പദങ്ങളുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ ഈ എയും കൂടി ചേരുമ്പോൾ 31 പദങ്ങളുണ്ട്. അപ്പോൾ a + d + a + 2d എക്സെട്ര + a + 30d ബൈ 31 ആണ് നമ്മുടെ ശരാശരി. അതായത് 31 പദങ്ങളുടെ തുക ബൈ 31. സമാന്തര ശ്രേണിയുടെ n പദങ്ങളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n/2 × 2a + n - 1 × d അല്ലെങ്കിൽ n/2 × ആദ്യ പദം പ്ലസ് അവസാന പദം. ഇവിടെ നമുക്ക് എയും a + 30dയും ആദ്യ പദവും അവസാന പദവും ആയതുകൊണ്ട് നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ 31 പദങ്ങളുടെ തുക ഈക്വൽ ടു 31/2 പ്ലസ് ആദ്യ പദം a പ്ലസ് അവസാന പദം a + 30d.
ഇവിടെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 31/2 ഇൻറ്റു 2a പ്ലസ് 30d കിട്ടും. അപ്പോൾ ഉള്ളിലെ 2 നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണ്. അതായത് 2a പ്ലസ് 30d നമുക്ക് എന്താക്കാം? 30dനെ 15 ഇൻറ്റു 2 എന്ന് എഴുതുകയാണെങ്കിൽ 31/2 ഇൻറ്റു 2a പ്ലസ് 2 ഇൻറ്റു 15 ഇൻറ്റു d കിട്ടും. അവിടെ നമ്മൾ 2 കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണെങ്കിൽ 31 ഇൻറ്റു 2/2 ഇൻറ്റു a പ്ലസ് 15d കിട്ടും. അപ്പോൾ അംശത്തിലും ഛേദത്തിലും 2 ഉള്ളതുകൊണ്ട് 2 വെട്ടിപ്പോകുന്നു. അപ്പോൾ 31 ഇൻറ്റു a പ്ലസ് 15d കിട്ടും. അപ്പോൾ ശരാശരി ഈക്വൽ ടു 31 ഇൻറ്റു a പ്ലസ് 15d/31 ഈക്വൽ ടു a പ്ലസ് 15d. അടുത്ത ക്വസ്റ്റ്യൻ x/3 ഈക്വൽ ടു y/4 ഈക്വൽ ടു z/7 ആണെങ്കിൽ x പ്ലസ് y പ്ലസ് z ഈസ് ടു z എത്ര? അപ്പോൾ ഇവിടെ x/3 ഈക്വൽ ടു y/4 ഈക്വൽ ടു z/7 ആണെങ്കിൽ x പ്ലസ് y പ്ലസ് z ഈസ് ടു z എത്ര എന്നാണ്. ഇവിടെ നമ്മൾ എക്സിന് 3 കൊടുക്കുകയാണെങ്കിൽ 3/3 ഈക്വൽ ടു 1 ആയിരിക്കും. ഇനി വൈക്ക് 4 എടുക്കുകയാണെങ്കിൽ 4/4 ഈക്വൽ ടു 1. സെഡിന് 7 കൊടുക്കുകയാണെങ്കിൽ 7/7 ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1 ഈക്വൽ ടു 1 ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ആക്സെപ്റ്റ് ആവുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് എക്സിൻ്റെ വാല്യൂ 3 ആയിട്ടും വൈൻ്റെ വാല്യൂ 4 ആയിട്ടും സെഡിൻ്റെ വാല്യൂ 7 ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്താ കാണാനുള്ളത്? എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് ഈസ് ടു സെറ്റ് ആണ്. അവിടെ നമുക്ക് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് നമ്മൾ ഉത്തരം കിട്ടും. അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് ഈസ് ടു സെറ്റ് ഈക്വൽ ടു 3 + 4 + 7 ഈസ് ടു 7 വിച്ച് ഈസ് ഈക്വൽ ടു 14 ഈസ് ടു 7. അത് നമ്മൾ എന്നും ചുരുക്കുകയാണെങ്കിൽ 2ലും 7 കോമൺ ആയിട്ട് പോകും. 14ൽ 2 ടൈംസും പോകും. 7ൽ 7 ഒറ്റ പ്രാവശ്യം പോകും. അപ്പോൾ നമുക്ക് ചുരുക്കി 2:1 എന്നുള്ള ഉത്തരം കാണാം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും 4:3 എന്ന അംശബന്ധത്തിലാണ്. അതിൻ്റെ വികരണത്തിൻ്റെ നീളം 25 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ചുറ്റളവ് എത്ര? നമ്മുടെ ചതുരത്തിൻ്റെ നീളവും വീതിയും 4:3 എന്ന അംശബന്ധത്തിലാണ് തന്ന്. അപ്പോൾ അംശബന്ധം എന്ന് പറയുന്നത് ഏറ്റവും ചുരുക്കിയ രൂപമല്ലേ. അപ്പോൾ നീളം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു 4x ആയിട്ടും കാണണം. വീതി എന്ന് പറയുന്നത് ഒരു 3x ആയിട്ട് എടുക്കുകയാണെങ്കിൽ വികരണം നമുക്കറിയാം. വികരണത്തിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് നീളത്തിൻ്റെ സ്ക്വയറിൻ്റെയും വീതിയുടെ സ്ക്വയറിൻ്റെയും തുകയായിരിക്കും. അപ്പോൾ 25 സ്ക്വയർ ഈക്വൽ ടു 4x സ്ക്വയർ പ്ലസ് 3x സ്ക്വയർ എന്ന് നമുക്ക് കാണാൻ പറ്റും. 25 സ്ക്വയർ ഈക്വൽ ടു 4 സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു ബ്രാക്കറ്റിൽ 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ കിട്ടും. അപ്പോൾ 25 സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 + 9 25. അപ്പോൾ 25 സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു 25. അപ്പോൾ 25 സ്ക്വയർ നമുക്ക് 25 ഇൻറ്റു 25 എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു 25. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് എക്സ് സ്ക്വയറിൻ്റെ 25 നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എന്താവും? ഡിവിഷൻ ആയിട്ട് വരും. അപ്പോൾ 25 ഇൻറ്റു 25 ഡിവൈഡ് ബൈ 25 ആയിട്ട് അത് വരും. അപ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു 25 ഇൻറ്റു 25 ഡിവൈഡ് ബൈ 25. അംശത്തിലും ഛേദത്തിലും 25 ഉള്ളതുകൊണ്ട് നമുക്ക് വെട്ടിപ്പോക്കാം. അപ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു 25, എക്സ് ഈക്വൽ ടു √25 ഈക്വൽ ടു 5 കിട്ടും. നീളം പ്ലസ് വീതി ഇൻറ്റു 2 ആണ് ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ്. അപ്പോൾ 2 ഇൻറ്റു 4x പ്ലസ് 3x ആണ്. അപ്പോൾ 4xും 3xും 7x കിട്ടും. അപ്പോൾ 2 ഇൻറ്റു 7x കിട്ടും. ദെൻ എക്സ് 5 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 14x ഈക്വൽ ടു 14 ഇൻറ്റു 5 ഈക്വൽ ടു 70. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? എന്ന് ഓപ്ഷൻ എ 0.09 ഗ്രേറ്റർ ദാൻ 7/8. അപ്പോൾ 7/8 നമ്മൾ കാണുകയാണെങ്കിൽ 7നെ 8 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 7 ഹരിക്കണം 8 എന്ന് പറയുമ്പം 7 8 പോവില്ല. അപ്പോൾ മേലെ ഒരു 0.8, 7 ഒരു 0 ഇട്ട്. അപ്പോൾ 70ൽ 8 ഇൻറ്റു 8 64 ആണ്. അപ്പോൾ 70 64 കുറച്ച് 6, 60ൽ 8 7 പ്രാവശ്യം പോകും. ശേഷം 7 8 56 നമ്മൾ എഴുതി. അപ്പോൾ നമ്മുടെ 7നെ 8 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.87 ആണ്. അപ്പോൾ നമ്മൾ 0.09 ഗ്രേറ്റർ ദാൻ 7/8 എന്നുള്ളത് എന്താവും? 0.09 ഗ്രേറ്റർ ദാൻ 0.87 എന്നുള്ളത് വരും. അപ്പോൾ ശരിക്കും 0.09 എന്ന് പറയുന്നത് ചെറിയ വാല്യൂ ആണ്. 0.87 ആണ് ശരിക്കും വലുത്. അപ്പോൾ ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. ഇനി അടുത്തത് 6% ലെസ് ദാൻ 0.09 ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്.
അപ്പോൾ 6% നമുക്ക് ഭിന്നസംഖ്യയാക്കി എഴുതുമ്പോൾ 6/100. 6/100 എന്താണ് ഈക്വൽ ടു ഇവിടെ 2 പൂജ്യമല്ലേ ഉള്ളത്, 100 ആകുമ്പോൾ 2 പൂജ്യം. അപ്പോൾ 100 കൊണ്ട് ഹരിക്കുമ്പോൾ മേലെയുള്ള സ്ഥലത്ത് 2 പോയിൻ്റ് ഫ്രാക്ഷൻ വെക്കണം. അപ്പോൾ 0.06 വരും. അപ്പോൾ 0.06 എന്ന് പറയുന്നത് 0.09 ചെറുതാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായത്. ആൻസർ അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ്. അടുത്ത എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ 60% കൂടുതലെങ്കിൽ ബിയുടെ വരുമാനം എയുടെ വരുമാനത്തേക്കാൾ എത്ര ശതമാനം കുറവായിരിക്കും? ബിയുടെ വരുമാനം നമ്മൾ 100 എടുക്കുകയാണെങ്കിൽ എയുടെ വരുമാനം എന്തായിരിക്കും? എയുടെ വരുമാനം ബിയുടെ വരുമാനത്തിനേക്കാൾ 60% കൂടുതൽ. അപ്പോൾ ബി 100 ആണെങ്കിൽ 100ൻ്റെ 60% 60 തന്നെ. അപ്പോൾ എയുടെ വരുമാനം 100 + 60 160 കിട്ടും. ഇനി ബിയുടെ വരുമാനം എയുടെ വരുമാനത്തേക്കാൾ എത്ര ശതമാനം കുറവായിരിക്കും? ഇവിടെ എയുടെ വരുമാനത്തിനേക്കാളും എത്ര ശതമാനം കുറവായിരിക്കും? അപ്പം നമ്മുടെ ബേസ് എന്ന് പറയുന്നത് എ ആണ്. അപ്പോൾ ബിയുടെ വരുമാനം എയുടെ വരുമാനത്തേക്കാൾ എത്ര രൂപയാണ് കുറവ്? 60 രൂപ അല്ലേ. 160 - 100 അത് ഏതിൻ്റെ അടിസ്ഥാനത്തിൽ എയുടെ വരുമാനത്തേക്കാൾ എത്ര ശതമാനം കുറവായിരിക്കുന്നു? അപ്പോൾ എ ആയിരിക്കണം നമ്മുടെ ബേസ്. അപ്പോൾ 160 - 100 എയുടെ വരുമാനം എത്ര? 160 × 100. 160 - 100 160 × 100 വിച്ച് ഈസ് ഈക്വൽ ടു 60 / 160 × 100 ഈക്വൽ ടു 37.5%. അതാണ് നമ്മുടെ ഉത്തരം, 37%. ഇനി തുടക്കത്തിൽ 70 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ ഓരോ 2 മണിക്കൂറിലും വേഗത 10 km/h വർദ്ധിപ്പിക്കുന്നുവെങ്കിൽ കാർ 345 km സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം എത്ര? കാറിൻ്റെ തുടക്കത്തിലെ വേഗത 70 km/h, 2 മണിക്കൂർ കൂടുമ്പോൾ 10 km/h വെച്ചിട്ട് വേഗത കൂടി വരുന്നു. അപ്പോൾ ആദ്യത്തെ വേഗത 70 km/h. അപ്പോൾ ഒരു മണിക്കൂറിൽ 70 km സഞ്ചരിക്കും. രണ്ടാമത്തെ മണിക്കൂറിൽ വീണ്ടും ഒരു 70 km സഞ്ചരിക്കും. അപ്പോൾ മൊത്തം 2 മണിക്കൂറിൽ 140 km സഞ്ചരിക്കും. ഇനി 2 മണിക്കൂറിന് ശേഷം 10 km/h കൂടിക്കഴിഞ്ഞാൽ കാറിൻ്റെ വേഗത 70 + 10 = 80 km/h ആവും. ശേഷം 2 മണിക്കൂറും കൂടി സഞ്ചരിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു മണിക്കൂറിൽ 80 km, രണ്ടാമത്തെ മണിക്കൂറിൽ 80 km, ടോട്ടൽ ആ 2 മണിക്കൂറിൽ 80 + 80 160 km സഞ്ചരിക്കും. അപ്പോൾ മൊത്തം 4 മണിക്കൂർ കൊണ്ട് എന്ത് സഞ്ചരിച്ച്? 300 km സഞ്ചരിച്ച്. ഇനി കാറിൻ്റെ വേഗത എന്താവും? 10 km/h കൂടി കൂടിയിട്ട് 90 km/h ആവും. ഇപ്പോൾ ഓൾറെഡി 300 km സഞ്ചരിച്ച്. ഇനി നമുക്ക് കാണേണ്ടത് 45 km. അപ്പോൾ ഇപ്പോഴത്തെ വേഗതയിൽ 90 km/h എന്ന് വെച്ചാൽ ഒരു മണിക്കൂറിൽ 90 km സഞ്ചരിക്കും. പക്ഷേ നമുക്ക് ഇനി എത്ര സഞ്ചരിച്ചാൽ മതി? 45 km സഞ്ചരിച്ചാൽ മതി. 90ൻ്റെ പകുതിയല്ലേ 45 km. അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ പകുതി സമയം വേണ്ടു 45 km സഞ്ചരിക്കാൻ. അപ്പോൾ 45 km സഞ്ചരിക്കാൻ 30 മിനിറ്റ്. അപ്പോൾ ടോട്ടൽ 345 km സഞ്ചരിക്കാൻ എത്ര സമയം വേണം? 2 മണിക്കൂർ, ആദ്യത്തെ 2 മണിക്കൂർ പ്ലസ് പിന്നീട് 80 km സഞ്ചരിച്ച 2 മണിക്കൂർ പ്ലസ് 90 km/h വേഗതയിൽ സഞ്ചരിച്ച 30 മിനിറ്റ്. ടോട്ടൽ 4 മണിക്കൂറും 30 മിനിറ്റുമാണ് നമ്മുടെ ഉത്തരം. എയുടെയും ബിയുടെയും ഉസാഗയും ലസാഗും യഥാക്രമം XY ആണ്. കൂടാതെ A + B = X + Y ആണെങ്കിൽ x² + y² = അപ്പോൾ നമുക്ക് മാത്സിൽ പഠിക്കാനുണ്ട്. 2 സംഖ്യയുടെ ഗുണനഫലം എന്ന് പറയുന്നത് അവരുടെ ഉസാഗയുടെയും ലസാഗുയുടെയും ഗുണനഫലമായിരിക്കും. അങ്ങനെയാണ് നമുക്ക് സംഖ്യ എയും ബിയും തന്നിട്ടുണ്ട്, ഉസാഗ എക്സും ലസാഗു വൈയും തന്നിട്ടുണ്ടെങ്കിൽ A × B = X × Y ആയിരിക്കും. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? A + B = X + Y ആണെന്നും തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് x² + y² എന്താണെന്നാണ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ x + y² എടുക്കുക. x + y² എന്താ? x² + y² + 2xy അല്ലേ. നമുക്കറിയാലോ A + B² = a² + b² + 2ab നമ്മൾ പണ്ടേ പഠിക്കുന്ന അതേ ഇക്വേഷൻ തന്നെ x + y ആണെങ്കിൽ x + y² = x² + y² + 2xy. അപ്പോൾ നമുക്ക് ഇവിടുന്ന് x² + y² എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 2xyനെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ x² + y² = x + y² - 2xy. ഇനി ക്വസ്റ്റ്യൻ നമുക്ക് x + y = a + b ആണെന്നറിയാം. അതുപോലെ തന്നെ xy = ab ആണെന്നും അറിയാം. അപ്പോൾ x + yനെ a + b വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ x + y² എന്താവും? a + b² ആവും. -2xy എന്താവും? -2ab ആവും. അപ്പോൾ a + b² - 2ab എന്ന് കിട്ടും. ഇനി a + b² എന്താ? a² + b² + 2ab. a² + b² + 2ab - 2ab എന്താവും? 2ab യും 2ab യും
0 ആയിപ്പോൾ, വിച്ച് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ, എ ബി സ്ക്വയർ എം ഈക്വൽ ടു 2ab പ്ലസ് 5b ഓൾ സ്ക്വയർ മൈനസ് 2ab മൈനസ് 5b ഓൾ സ്ക്വയർ ആണെങ്കിൽ എമ്മിൻ്റെ വില എന്ത്? എ ബി സ്ക്വയർ എം ഈക്വൽ ടു 2ab പ്ലസ് 5b സ്ക്വയർ മൈനസ് 2ab മൈനസ് 5b സ്ക്വയർ. ഈ 2ab പ്ലസ് 5b ഓൾ സ്ക്വയർ മൈനസ് 2ab മൈനസ് 5b ഓൾ സ്ക്വയർ എന്ത് ഫോർമാറ്റിലാണ് ഉള്ളത്? എ പ്ലസ് ബി ഓൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഓൾ സ്ക്വയർ എന്നുള്ളൊരു ഫോർമാറ്റിലല്ലേ. അപ്പോൾ എ പ്ലസ് ബി ഓൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഓൾ സ്ക്വയർ എന്താ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab മൈനസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ആവും. ഈ പുറത്തുള്ള നെഗറ്റീവിനെ കൊണ്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2abനെ മൾട്ടിപ്ലൈ ആണെങ്കിൽ മൊത്തത്തിൽ ഇതെന്താവും വെച്ചാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab മൈനസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പ്ലസ് 2ab ആവും. അപ്പോൾ എ സ്ക്വയറും മൈനസ് എ സ്ക്വയറും ക്യാൻസൽ ആയിപ്പോൾ, ബി സ്ക്വയർ മൈനസ് ബി സ്ക്വയറും ക്യാൻസൽ ആയിപ്പോൾ. 2ab മൈനസ് മൈനസ് 2ab എന്താവും? 2ab പ്ലസ് 2ab ആവും, അത് 4ab ആവും. അപ്പോൾ എ പ്ലസ് ബി ഓൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഓൾ സ്ക്വയർ ഈക്വൽ ടു 4ab ആണ്. അങ്ങനെയാണെങ്കിൽ 2ab പ്ലസ് 5b സ്ക്വയർ മൈനസ് 2ab മൈനസ് 5b സ്ക്വയർ എന്തായിരിക്കും? 4 ഇൻറ്റു 2ab ഇൻറ്റു 5b ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 40ab സ്ക്വയർ. അപ്പോൾ എ ബി സ്ക്വയർ എം ഈക്വൽ ടു 40ab സ്ക്വയർ. അപ്പോൾ നമുക്കിവിടുന്ന് എ ബി സ്ക്വയറും കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എം ഈക്വൽ ടു 40 കിട്ടും. ഒരു കരാറുകാരന് ഒരു നിശ്ചിത ജോലി നിശ്ചിത എണ്ണം തൊഴിലാളികളെ ഉപയോഗിച്ച് 9 ദിവസം കൊണ്ട് തീർക്കാൻ കഴിയും. എന്നാൽ 6 തൊഴിലാളികൾ ആദ്യ ദിവസം വന്നില്ല. ബാക്കിയുള്ള തൊഴിലാളികൾക്ക് ആ ജോലി 15 ദിവസത്തിൽ പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ യഥാർത്ഥത്തിൽ എത്ര തൊഴിലാളികളാണ് ജോലി ചെയ്യേണ്ടിയിരുന്നത്? ഇവിടെ എക്സ് പേർ 9 ഡേയ്സ് ചെയ്ത വർക്ക് എന്ന് പറയുന്നത് ഈക്വൽ ടു എക്സ് മൈനസ് 6 പേർ 15 ഡേയ്സിൽ ചെയ്തത്. അതായത് 9x ഈക്വൽ ടു എക്സ് മൈനസ് 6 ഇൻറ്റു 15. ദെൻ 9x ഈക്വൽ ടു 15x മൈനസ് 90. ഇനി എക്സ് ഉള്ള സാധനമെല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ 15x മൈനസ് 9x ഈക്വൽ ടു 90. 15x മൈനസ് 9x എന്ന് പറയുന്നത് 6x ആണ്. അപ്പോൾ 6x ഈക്വൽ ടു 90, x ഈക്വൽ ടു 90/6 ഈക്വൽ ടു 15. അപ്പോൾ 15 പേരാണ് ആൻസർ. അനിൽ ജംഷാദിൽ നിന്നും 2 വർഷത്തേക്ക് 6% സാധാരണ പലിശയ്ക്ക് 12,000 രൂപ കടം വാങ്ങി. ഈ തുക 6% വാർഷിക കൂട്ടുപലിശയ്ക്ക് കടം വാങ്ങിയിരുന്നെങ്കിൽ പലിശ ഇനത്തിൽ എത്ര അധിക തുക നൽകേണ്ടി വരും? റേറ്റ് എന്ന് പറയുന്നത് 6%, പ്രിൻസിപ്പൽ 12,000. അപ്പോൾ സാധാരണ പലിശയാണെങ്കിലോ NPR/100 ആണ്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ്, P പ്രിൻസിപ്പൽ, R റേറ്റ്. റേറ്റ് എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ NPR/100. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ സാധാരണ പലിശ നമുക്ക് കിട്ടും 2 ഇൻറ്റു 12,000 ഇൻറ്റു 6/100, അത് 1440 കിട്ടും. ഇനി കൂട്ടുപലിശയാണെങ്കിലോ നമുക്ക് 1-ാം വർഷത്തെ പലിശ ആദ്യം കാണാം. അപ്പോൾ 12,000 ഇൻറ്റു റേറ്റ് 6/100 അല്ലെ, 12,000ൻ്റെ 6% അല്ലേ ആദ്യത്തെ വർഷത്തെ പലിശ. അപ്പോൾ 12,000 ഇൻറ്റു 6/100 ഈക്വൽ ടു 720 കിട്ടും. ഇനി 2-ാം വർഷമാണെങ്കിലോ 12,000ൻ്റെ പലിശയും കാണണം, പോരാത്തതിന് നമുക്ക് ഫസ്റ്റ് ഇയറിൽ കിട്ടിയ 720 നമുക്ക് പലിശയായി കിട്ടിയ എമൗണ്ട് ഇല്ലേ, അതിൻ്റെ പലിശയും കൂടി സെക്കൻഡ് ഇയറിൽ നമുക്ക് പലിശയായിട്ട് കിട്ടും. അപ്പോൾ 12,000 ഇൻറ്റു 6/100 പ്ലസ് 720 ഇൻറ്റു 6/100, അത് 720 പ്ലസ് 43.20. അപ്പോൾ ടോട്ടൽ കൂട്ടുപലിശ നിരക്കിലാണെങ്കിൽ 720 കൂട്ടണം 43.20 ഈക്വൽ ടു 1440 പ്ലസ് 43.20. ഇനി അപ്പോൾ കൂട്ടുപലിശൻ്റെ സാധാരണ പലിശൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് 1440 പ്ലസ് 43.20 മൈനസ് 1440 വിച്ച് ഈസ് ഈക്വൽ ടു 43.20. 7 സെൻറ്റിമീറ്റർ ഭാരമുള്ള ഒരു ഇരുമ്പ് ഗോളം ഉരുക്കി 0.2 സെൻറ്റിമീറ്റർ വ്യാസമുള്ള ഒരു കമ്പിയാക്കി മാറ്റുന്നു. കമ്പിയുടെ നീളം കണ്ടെത്തുക. നീളമുള്ള കമ്പിയുടെ ഒരു കുഞ്ഞി കഷ്ണം എടുക്കുകയാണ്. അത് ശരിക്കും എന്താ, ഒരു സിലിണ്ടർ ഷേപ്പാണ് അല്ലേ. ഗോളം ഉരുക്കി ഉണ്ടാക്കുന്ന കമ്പിക്ക് സെയിം വ്യാപ്തം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഗോളത്തിൻ്റെ വ്യാപ്തം ഈക്വൽ ടു കമ്പിയുടെ വ്യാപ്തം. അപ്പോൾ ഗോളത്തിൻ്റെ വ്യാപ്തത്തിൻ്റെ ഇക്വേഷനാണ് 4/3πr³. സിലിണ്ടറിൻ്റെ വ്യാപ്തത്തിൻ്റെ ഇക്വേഷനാണ് πr²h. ഇവിടെ ഗോളത്തിൻ്റെ ആരം എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്ററും കമ്പിയുടെ ആരം എന്ന് പറയുന്നത് 0.1 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 4/3π ഇൻറ്റു 7³ ഈക്വൽ ടു π ഇൻറ്റു 0.1 സ്ക്വയർ ഇൻറ്റു h. h ആണ് നമുക്ക് കാണേണ്ടത്. കമ്പിയുടെ ലെങ്ത് എന്ന് പറയുന്നത് സിലിണ്ടറിൻ്റെ ഹൈറ്റ് ആണല്ലോ. പയ്യും അപ്പോൾ നമുക്കിവിടുന്ന് പയ്യും കോമൺ ആണ്, പൈ ക്യാൻസൽ ആക്കാം. പിന്നെ h ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ h ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു 7³ ബൈ 3 ഇൻറ്റു 0.1 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു
45,733.33 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 457.33 മീറ്റർ. 33 മീറ്റർ തുണി വിൽക്കുന്നതിലൂടെ ഒരു വ്യാപാരിക്ക് 3 മീറ്റർ തുണിയുടെ വിൽപ്പന വിലയ്ക്ക് തുല്യമായ തുക നഷ്ടം വരുന്നു. അയാളുടെ ലാഭ അല്ലെങ്കിൽ നഷ്ട ശതമാനം എത്ര? ഇവിടെ അയാൾ 33 മീറ്റർ തുണി വിൽക്കുന്നതിലൂടെ അയാൾക്ക് 3 മീറ്റർ തുണിയുടെ വിൽപ്പന വിലയ്ക്ക് തുല്യമായ തുക നഷ്ടമാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ശതമാനത്തിൻ്റെ ഉത്തരം ഒരു നഷ്ട ശതമാനമായിരിക്കും. അപ്പോൾ ഓപ്ഷൻ ബി അല്ലെങ്കിൽ ഡി ആയിരിക്കും നമ്മുടെ ഉത്തരം. ഇപ്പോൾ വ്യാപാരി 1 മീറ്റർ തുണിക്ക് പി എന്നുള്ളതാണ് യഥാർത്ഥ വില. പി എങ്കിൽ 33 മീറ്റർ തുണിക്ക് എന്താവും? 33 പി ആവും വില. അപ്പോൾ 33 മീറ്ററിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇപ്പോൾ അയാൾക്ക് 10% നഷ്ടം. അയാൾ 6 എന്ന് പറയുന്നത് 10% ആണെങ്കിൽ അയാൾ വിൽക്കുക എന്തിനായിരിക്കും? ആ വിലയുടെ 90%-ആയിരിക്കും അല്ലേ? കാരണം 10% നഷ്ടം, അപ്പോൾ 90%-ആയിരിക്കും അയാൾ വിൽക്കുക അല്ലേ? അപ്പോൾ നമുക്ക് 33 മീറ്ററിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 33 പി ഇൻറ്റു 100 - 6/100 ആയിരിക്കും. ഇനി 3 മീറ്റർ തുണിയുടെ സെല്ലിംഗ് പ്രൈസോ 3 പി ഇൻറ്റു 100 - 6/100 ആയിരിക്കും. അപ്പോൾ നമുക്ക് തന്ന എന്താ? ഈ 33 മീറ്റർ വിൽക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന നഷ്ടം എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തായിരിക്കും? 3 മീറ്റർ തുണിയുടെ സെല്ലിംഗ് പ്രൈസ്. 33 മീറ്റർ വിൽക്കുമ്പോൾ അയാൾക്ക് വരുന്ന നഷ്ടം ഈക്വൽ ടു എന്താ? 33 മീറ്ററിൻ്റെ യഥാർത്ഥ വില മൈനസ് 33 മീറ്ററിൻ്റെ വിൽക്കുന്ന വില. അതായത് 33 പി മൈനസ് 33 പി ഇൻറ്റു 100 - 6/100 ഈക്വൽ ടു എന്തായിരിക്കും? 3 മീറ്റർ തുണിയുടെ സെല്ലിംഗ് പ്രൈസ് വിച്ച് ഈസ് ഈക്വൽ ടു 3 പി ഇൻറ്റു 100 - 6/100. ഇവിടെ എല്ലാവരുടെയും നമുക്ക് എന്താ അറിയാം? പി കോമൺ ആയിട്ടുണ്ട് അല്ലേ? എല്ലാത്തിലും പി ഉണ്ട്. അപ്പോൾ പീനെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ 33 - 33 ഇൻറ്റു 100 - 6/100 ഈക്വൽ ടു 3 ഇൻറ്റു 100 - 6/100. ഇപ്പോൾ ഈ 100 വരുന്ന സാധനമെല്ലാം നമ്മൾ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകാം. 33 ഈക്വൽ ടു 33 100 - 6/100 പ്ലസ് 3 ഇൻറ്റു 100 - 6/100. ഇനി ഛേദം ഒന്നാണെങ്കിൽ നമുക്ക് അംശം അങ്ങനെ കൂട്ടി എഴുതാൻ പറ്റും. അപ്പോൾ 33 100 - 6 പ്ലസ് 3 100 - 6/100 കിട്ടും. അപ്പോൾ 33 100 - 6 പ്ലസ് 3 ഇൻറ്റു 100 - 6/100. ഇവിടെ 100 - 6 രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. 33 ഇൻറ്റു ഇവിടെ 100 - 6 കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ 100 - 6 നമുക്ക് പുറത്തെടുത്താൽ 100 - 6 ഇൻറ്റു 33 പ്ലസ് 3/100 ഈക്വൽ ടു 100 - 6 ഇൻറ്റു 36/100. അപ്പോൾ 33 ഈക്വൽ ടു 100 - 6 ഇൻറ്റു 36/100. 100 - 6 ഈക്വൽ ടു 3300/36. ദെൻ 6 ഈക്വൽ ടു 100 - 3300/36 വിച്ച് ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3600 - 3300/36 വിച്ച് ഈസ് ഈക്വൽ ടു 300/36. ഇവിടെ 3 കോമൺ ആയിട്ടുണ്ട്. 3 വെച്ചിട്ട് ക്യാൻസൽ ഡിവൈഡ് ചെയ്തെടുത്താൽ 100/12 കിട്ടും. ഇനി ഇവിടെ 100ലും 4 കോമൺ ആണ്, 12ലും 4 ഉണ്ട്. അപ്പോൾ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 25/3 കിട്ടും വിച്ച് ഈസ് ഈക്വൽ ടു 8 1/3% നമുക്ക് നഷ്ടമാണ് സംഭവിക്കുന്നത്.